ഇന്നത്തെ ദിവസം ഒരുപാട് നാളത്തെ ആഗ്രഹമായ ഒരു പൂരത്തിന് പോയ യാത്രയാണിത്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് വഴിയെ പറഞ്ഞു. രാവിലെ തന്നെ 7 മണിയായപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ആറന്മുളയിൽ നിന്ന് ഇറങ്ങി. ആറന്മുളയിൽ നിന്നും ഏകദേശം 193 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടേക്ക്. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഏകദേശം 4.25 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം അങ്ങനെ വടക്കാഞ്ചേരിയിൽ നിന്ന് 2 കിലോമീറ്ററോളം ഉണ്ട് ഉത്രാളിക്കാവിലേക്ക്. നടന്നു നീങ്ങുന്ന വഴിയിലൂടെയുള്ള ഭംഗിയുള്ള കാഴ്ചകളും കണ്ട് ഉത്രാളിക്കാവിനെയും പൂരത്തെയും പറ്റിയുള്ള കഥകളൊക്കെ പറഞ്ഞു നടക്കുമ്പോഴാണ് ഞാൻ ഉൾപ്പെടെയുള്ള 5 പേരും ആദ്യമായിട്ടാണ് ഉത്രാളിക്കാവിലേക്ക് പൂരം കാണാൻ വരുന്നത്. അങ്ങനെ ഒരു കടയിൽ കയറി അടിപൊളി കോളിഫ്ലവർ ബജി കൂടെ നല്ല സർബത്തും കുടിച്ച് നിൽക്കും. ഉത്രാളിക്കാവിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതൊന്നുമല്ല, വെടിക്കെട്ടാണ്. നിങ്ങൾ വെടിക്കെട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണം. കുംഭമാസത്തിലെ ഉത്രം നാളിലാണ് ഈ സാംസ്കാരിക മാമാങ്കം ആഘോഷിക്കുന്നത്. എക്കക്കാട് ദേശം, കുമാരനെല്ലൂർ ദേശം, വടക്കാഞ്ചേരി ദേശം എന്നീ ദേശങ്ങൾ മത്സരാടിസ്ഥാനത്തിൽ നടത്തുന്ന പൂരത്തിലെ ഏറ്റവും പ്രധാന ആകർഷണം വെടിക്കെട്ടാണ്. കുന്നുകൾക്കിടയിൽ വെടിക്കെട്ടിന്റെ ശബ്ദം പ്രതിധ്വനിക്കുന്നത് ഇവിടുത്തെ വലിയൊരു പ്രത്യേകതയാണ്. തൃശൂർ പൂരം കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും അധികം ആളുകൾ വെടിക്കെട്ട് കാണാൻ എത്തുന്ന ഒരിടമാണിത്. ഗജവീരന്മാരുടെ എഴുന്നള്ളിപ്പും വർണ്ണാഭമായ കുടമാറ്റവും ഇമ്പമാർന്ന മേളങ്ങളും പൂരത്തിന് മാറ്റും. ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള റെയിൽവേ ട്രാക്കിലൂടെ ട്രെയിനുകൾ കടന്നുപോകുന്ന പശ്ചാത്തലത്തിൽ പൂരം നടക്കുന്ന ഉത്രാളിക്കാവിലെ മാത്രം പ്രത്യേകതയാണ്. പ്രകൃതിയും സംസ്കാരവും ഒത്തുചേരുന്ന ഈ ഉത്സവം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പൂരങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹമായി ഈ പൂരം കണ്ടതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഈ പൂരത്തിന്റെ ഭംഗി ഇവിടം കൊണ്ട് തീരുന്നില്ല. മേളത്തിന്റെ പെരുമ ഇനിയും തുടങ്ങാൻ പോകുന്നതേ. പൂരത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഉത്രാളിക്കാവിലെ മേളപ്പെരുമ തന്നെയാണ്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ തന്നെ.